ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ കണ്ടിട്ട്. ഇന്ന് അത്താണല്ലോ, അപ്പോൾ കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് നമുക്ക് നെല്ലൂന്നത്ത് ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ ഷാജു പേപ്പൻ്റെ മക്കളുടെ ഏഹ്, അവരുടെ മക്കളുടെ, അതായത് കൊച്ചു മക്കളുടെ മാമോദീസയാണ് കേട്ടോ. അപ്പം ആൻസൺ ചേട്ടനും എത്തിയിട്ടുണ്ട്. പതിവ് പോലെ ഡോൺ ചേട്ടനും ചാക്കോയും രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് അവർ നമ്മുടെ കാളത്തോടുള്ള നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൻ്റെ ആ സ്റ്റോറിൻ്റെ അവിടെ ഒരു കെറ്റിൽ എന്ന് പറഞ്ഞ ഷോപ്പ്, കെറ്റിൽ എന്ന് തന്നെ തോന്നുന്നു പേര്. അവിടെ നിന്നാണ് അവർ അവരുടെ മിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് കേട്ടോ. സോറി, ഇടയ്ക്ക് എന്താണെന്നറിയില്ല, വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചെറിയൊരു ചുമ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പയുടെ കൂടെ ഇങ്ങനെ ഉലാത്തി നടക്കാനായിട്ട്. അവനെ കൊണ്ടുപോകാനും സുഖമാണ് കേട്ടോ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇന്ന് അവർ സ്കൂട്ടറിലാണ് പോയത്, കാറിലൊന്നും അല്ല പോയത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു സ്കൂട്ടറിലാണ് പോയെന്നുള്ളത് കേട്ടോ. അങ്ങനെ ഇതേ നടന്നു പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മുടെ എവിടെയാണ്, റൗണ്ടിൽ പൂക്കളം ഇട്ടിട്ടുണ്ട്. തൃശ്ശൂരുകാർക്ക് ഇനിയും പ്രത്യേകിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ തൃശ്ശൂർ വന്നതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാ ആഘോഷങ്ങൾക്കും, ഇപ്പം ഇൻഡിപെൻഡൻസ് ഡേ, എല്ലാ ഒരു ആഘോഷമാണ് ഇവിടെ. ആഘോഷങ്ങളുടെ നാട് എന്ന് വേണമെങ്കിൽ ഞാൻ പറയൂ കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ ആഘോഷമാണ്. അപ്പോൾ പൂക്കളം, വലിയ പൂക്കളം ഇട്ടിട്ടുണ്ട്. എന്തോ റെക്കോർഡ് വേണ്ടി എനിക്കത് ക്ലിയർ ആയിട്ട് അറിയില്ല. ഡോൺ ചേട്ടൻ എന്തോ പറഞ്ഞു, എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് ഡോൺ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാക്കോനെയും കൊണ്ട്. എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ദൈവമേ ഇവനെ പൂക്കളമൊക്കെ കാണിക്കാൻ പോയ പൂക്കളം അങ്ങ് പരത്തി വിടുമോന്ന്. പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായില്ല, എന്നാലും ചെറിയൊരു ചവിട്ട് കൊടുത്തെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ടാവും. ഇന്നലെയും സത്യം പറഞ്ഞാൽ ഡോൺ ചേട്ടൻ പറഞ്ഞാണ് പുത്തമ്പള്ളിയിലൊക്കെ ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യലായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ കാണാൻ പോകും. പക്ഷേ ഒന്നിനും നേരം ഉണ്ടായില്ല. നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ കണ്ടു കാണും, നമുക്കൊരു മെയ്ഡിനെ കിട്ടിയിട്ടുണ്ട്, ബംഗാളിയാണ്. അപ്പം ആ കുട്ടിയല്ല, ചേച്ചിയാണ് ആക്ച്വലി. ആ ചേച്ചീനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ഇനി വലിയതൊരു ദൗത്യമാണ് കേട്ടോ. കണ്ടോ ക്രൗഡ് കണ്ടോ, പൂക്കളം നല്ല അടിപൊളി പൂക്കളാണ് കേട്ടോ. ഇത് ഇടണമെങ്കിൽ ചില്ലറ പാട്. ഇത് ക്യാമറയുടെ റിഫ്ലക്ഷനാണ് കേട്ടോ ഈ ഒരു കളറ്. ഇനിയിപ്പോൾ വീഡിയോ വരുമ്പോൾ ശരിയാവുമെന്ന് എനിക്കറിയില്ല. നല്ല മഞ്ഞ്, നമ്മുടെ ജമന്തി പൂവാണ് കേട്ടോ. നല്ല തിരക്കാണ്. ഇത് അങ്ങനെ നമ്മൾ ഒരു കുഞ്ഞു പൂക്കളിടാൻ ഒരു 1.5 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇതിടണമെങ്കിൽ എത്ര പേരുടെ ഒരു കഷ്ടപ്പാടും, വരയ്ക്കണം, പൂക്കൾ വാങ്ങിക്കണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമ്മയും മോനും കോംബോ ആണ് കേട്ടോ അവർ. അതേ ചാക്കോ വലിയ താല്പര്യമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അങ്ങനെ അവിടെ ന്യൂസ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടോക്സൊക്കെ എടുക്കുന്നുണ്ട്. കാണാൻ പറ്റിയില്ല, എനിക്കത് മിസ്സായി. ഞാൻ ഇതുവരെ പൂക്കളം കാണാൻ പോയിട്ടില്ല. ഈ 6 വർഷത്തിനിടയ്ക്ക് ഞാൻ പോയിട്ടേ ഇല്ല. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ആക്ച്വലി ഇവിടെ വന്നതിന് ശേഷം. സമയവും പിന്നെ പോകാൻ സാഹചര്യങ്ങളും വളരെ കുറവാണ്. കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് പോകാൻ സാഹചര്യം വളരെ കുറവാണ് കേട്ടോ. അങ്ങനെ അതേ ഭംഗിയുള്ള എന്തോരം വലുതാണ് സത്യം പറഞ്ഞാൽ. ഇന്നലെ വരയ്ക്കുന്ന, അതായത് ബേസ് കൊടുക്കുന്നത് ഞാൻ റീൽസ് കണ്ടിരുന്നു. പക്ഷെ എത്ര നേരം കൊണ്ടായിരിക്കും ഇവർ ഇട്ടിട്ടുണ്ടാവുക. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇവർ നടന്ന് വരുന്നുണ്ട് കേട്ടോ. തിരിച്ച് എനിക്ക് തോന്നിട്ട് എവിടെയോ വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ നടന്ന് പോവായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അപ്പനും മോനും തിരിച്ച് വരുന്നുണ്ട്. എന്താ പറയുക, ചാക്കോന് സ്കൂട്ടറിൽ പോകാനാണ് കുറച്ചും കൂടെ ഇഷ്ടം. അപ്പോൾ ഇതാണ് കേട്ടോ വ്യൂ അവിടെ നിന്നുള്ളത്. കുറേ റീൽസിൽ ഞാൻ കാണാറുണ്ട് ഈ ഒരു വ്യൂ. ഞാൻ എപ്പോൾ വോയിസ് ഓവർ കൊടുത്താലും ആരെങ്കിലുമൊക്കെ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ വരും. അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ പല റീൽസിലും ഇങ്ങനൊരു വ്യൂ ഭയങ്കര ഇഷ്ടമുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. തൃശ്ശൂരുകാരുടെ ഈ വ്ളോഗിലും ഒക്കെ ഞാൻ കാണാറുണ്ട്. ഫുഡ് വ്ളോഗിലാണ് കൂടുതലും ഈ ഒരു സ്റ്റാർട്ടിങ് കൊടുത്തിട്ട് കാണാറ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇവർ കണ്ടിട്ടാണ് മാർക്കറ്റിലേക്ക് പോയേക്കണം കേട്ടോ. അപ്പോൾ ചാക്കോന് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, സ്ഥിരം പോകുന്നതുകൊണ്ട് കുറച്ച് ഫ്രണ്ട്സ് അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ മീനൊക്കെ നമുക്ക് ബനീഷ എല്ലാം സെറ്റാക്കി തരും കേട്ടോ. ഏതാണോ നല്ലത് അത് കൃത്യമായിട്ട് പറഞ്ഞ് ശരിയാക്കി തരും കേട്ടോ. നമ്മുടെ ടേസ്റ്റും ബനീഷിനും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു ബോധോദയം വന്നു, പൂക്കളം ഇടാമെന്നുള്ളത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഡിമ്പിളിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാനിതിലൊന്നും കൈകടത്താറില്ല. എനിക്ക് വലിയ താല്പര്യവും ഇല്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. സോ എനിക്കത് വലിയ യൂസ്ഡ് ആയിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഡിമ്പിൾ എപ്പോഴും ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഡിമ്പിളിന് ഇഷ്ടമാണ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊരു തോറ്റം തോന്നിയിട്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന്. അപ്പോൾ ഡോൺ ചേട്ടനോട് പൂ മേടിച്ചുകൊണ്ട് വരാൻ ഡോൺ ചേട്ടൻ നോക്കിയപ്പോൾ പൂ കിട്ടിയില്ല. ഇന്നലെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ കിട്ടിയാനെ. അപ്പോൾ ഞാൻ വേഗം നമ്മുടെ ഈസി ആയിട്ടുള്ള വേ ആണല്ലോ, ഇൻസ്റ്റാമാർട്ടിൽ നോക്കിയിട്ടോ. ഇൻസ്റ്റാമാർട്ടിൽ പല വിധത്തിൽ എതള് വലിച്ചത് വേണോ, മൊത്തത്തിൽ വേണോ, മുല്ലപ്പൂ വേണോ, ലോട്ടസ് വേണോ, ആകെ മൊത്തം പൂക്കളുടെ ബഹളം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാമാർട്ടൊക്കെ ഉണ്ടെങ്കിൽ പുറത്തൊന്നും പോകാണ്ട് ഇപ്പോൾ വീട്ടിലുള്ളവർക്കൊക്കെ എത്തിച്ചു കൊടുക്കണമെങ്കിൽ ഇൻസ്റ്റാമാർട്ട് നിങ്ങളുടെ ഏരിയയിലുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. നല്ല ഫ്രഷ് ഫ്ലവേഴ്സാണ്, റോസൊക്കെ സൂപ്പറാണ്. നിങ്ങളിനി റോസാപ്പൂ ഇതൾ കിട്ടാൻ എന്തെങ്കിലും ആവശ്യത്തിന് ഇപ്പം ഉണക്കാനും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാമാർട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അതേ അളീനും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നുണ്ട്. ഇന്ന് ബ്രെഡും നമ്മുടെ
ദീദി ഉണ്ടാക്കിയ ചിക്കൻ കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ദേ പൂക്കളം ഇട്ട് തുടങ്ങി. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പൂക്കളം. ആദ്യം ഞാനൊരു ഡിസൈനൊക്കെ ഇട്ടെങ്കിലും എനിക്കത് ശരിയായില്ല. പിന്നെ ഡിമ്പിളിനോട് തന്നെ ഞാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്ന് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഡിമ്പിളിൻ്റെ ടിപ്പാണ്. ഞാനിതിലൊന്നും ഞാൻ കൈ കടത്താറില്ല കേട്ടോ. എല്ലാം ഡിമ്പിൾ തന്നെയാണ് ചെയ്യാറ്. ഡിമ്പിളിനാണത് ഇഷ്ടവും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എനിക്കിതൊന്നും ചെയ്ത് വലിയ ശീലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഇത് കണ്ടു നിൽക്കാനേ എനിക്ക് ഇത്രയും നാളും പറ്റിയിട്ടുള്ളൂ. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും എന്നല്ലാണ്ട് ഇത് ഞാനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് പൂ വാങ്ങിച്ച് പൂക്കളിടാം എന്നുള്ളൊരു തോട്ടിൽ എത്തിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചേഞ്ചും ഈ വർഷം 2026 ഉണ്ടായി. 2026 ശരിക്കും ഒരു തിരിച്ചറിവുകളുടെ വർഷമായിരുന്നു എനിക്ക്. എന്നെ സംബന്ധിച്ചൊരു ഈ ഒരു 8 months എൻ്റെ ഒരു ലേണിംഗ് പീരീഡ് ആയിരിക്കും എന്ന് ഞാൻ പറയും കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി എൻ്റെ ലൈഫിൽ എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട്, സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. നല്ലൊരു വർഷമാണെന്ന് ഞാൻ പറയില്ല. തിരിച്ചറിവുകളുടെ ഒരു പാതി വർഷം എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞു. പക്ഷേ ഇറ്റ് വാസ് എന്താ പറയുക, ഞാൻ പഠിച്ചു. ജീവിതം എന്താണെന്ന് ഒന്നും കൂടെ വ്യക്തമായിട്ട് പഠിച്ചൊരു വർഷമായിട്ട് എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ 2026 ഡിസംബറിൽ നമ്മളൊരു ഒരു റൗണ്ടപ്പ് പറയുമല്ലോ എല്ലാവരും. അപ്പം ഞാൻ എന്തായാലും അത് റിവീൽ ചെയ്യാം കേട്ടോ. അങ്ങനെ ദേ പൂക്കളം ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടോ. ഭയങ്കര എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അപ്പം എൻ്റെ നോൺ വെജ് കഴിക്കലിൽ നിന്ന് എനിക്കൊരു മോചനം കിട്ടിയിരിക്കുകയാണ്. ഇന്ന് ചേച്ചിയാണ് ചെയ്യുന്നത്. നല്ല ഭംഗിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാഷയുടെ ഒരു പ്രശ്നം നല്ലപോലെ ഉണ്ട്. ഇപ്പം ജെമിനിയുടെ സഹായത്തോടെയാണ് ഞങ്ങൾ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. അവർ കാര്യമായിട്ട് എന്തോ ഒരു രഹസ്യം പറയായിരുന്നു. അതിൻ്റെ ഇടയിലോട്ട് ഞാൻ ഇടിച്ചങ്ങോട്ട് കയറിയിട്ടുണ്ട്, ക്ഷമിക്കുക. ബട്ട് ഇതൊക്കെ ഇഷ്ടമുള്ള പിള്ളേർക്കായാലും പിള്ളേർ ഫുൾ വൈബിലാണ് കേട്ടോ. ആൻസിനോട് കുറച്ച് ഒലിപ്പ് കൂടുതലാണ് തോമുവിന്. ചാക്കോയ്ക്ക് ഇഷ്ടമാണ്, പക്ഷേ തോമു ഭയങ്കര പ്രകടമായിട്ട് കാണിക്കും കേട്ടോ. വണ്ടി കണ്ടപ്പോൾ തൊട്ട് ചോദിക്കുന്നതാണ് ആൻസിനോട്. അവരിന്ന് ഇറങ്ങി വരാനും കുറച്ച് ലേറ്റ് ഉറങ്ങി. ഡിമ്പിളും പാച്ചുനും കുറേ ദിവസത്തെ ഉറക്ക ക്ഷീണമുണ്ട്. അപ്പോൾ അവരത് ഉറങ്ങി തീർത്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അവൻ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. സോ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതേ തോമുവിനെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത്. തോമുവിന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആൻസിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. ആൻസിനും ഡിമ്പിളും ആ കാര്യത്തിൽ സെയിം ആണ്. പിള്ളേരെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ചൂട് കയറ്റുക പറയത്തില്ലേ, അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടരാണ് കേട്ടോ. അങ്ങനെ അതേ ചൂട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചാക്കോയ്ക്ക് ഇതൊന്നും വിഷയമല്ല. ചാക്കോ വന്നിട്ട് 2 അലക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അലക്കുന്നല്ല നല്ല. അപ്പോൾ ചാക്കോയ്ക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല കേട്ടോ. എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് ചോദിക്കും. അതാണ് എന്നെപ്പോലെയാണ് കേട്ടോ. ചില സമയങ്ങളിൽ സങ്കടം വരും, ആസ് യൂഷ്വൽ എന്നെപ്പോലെ തന്നെ. ചാക്കോ ശരിക്കും എൻ്റെ ഒരു ക്യാരക്ടറാണ് കേട്ടോ. ഞാൻ നോക്കിയിടത്തോളം അവൻ എന്നെപ്പോലെ തന്നെയാണ്. അതിലൊരു എൻ്റെ ക്യാരക്ടറാണ്. തോമു ഭയങ്കര തൊട്ടാവാടിയാണ്. അത് ഡോൺചേട്ടനെ കൂട്ടാണ്. പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് ഇമോഷണലാവും. അങ്ങനെ അത് എക്സാക്ട്ലി ഡോൺചേട്ടനാണ്. ചാക്കോ എന്നെപ്പോലെ പിടിച്ചു നിൽക്കും. പിന്നെ സഹി കെട്ടാൽ മാത്രമേ പറയുള്ളൂ, അല്ലെങ്കിൽ ദേഷ്യപ്പെടുള്ളൂ. അല്ല, മീൻസ് ദേഷ്യപ്പെടും. കരയുന്നത് ഒട്ടും പറ്റാണ്ട ഒരു അവസ്ഥ വരുമ്പോഴേ കരയുള്ളൂ കേട്ടോ. അപ്പോൾ ആൻസൺ ചേട്ടനോട് ഉമ്മ ചോദിക്കുകയാണ്. ആൻസൺ ചേട്ടൻ അതൊന്നും വലിയ ഇഷ്ടമില്ല. പക്ഷേ ചാക്കോ പിടിച്ചു വലിച്ച് കയറി ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചക്കര ഉമ്മയും അല്ലാത്ത ഉമ്മയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് തോമു നമ്മുടെ ആൻസൺ ചേട്ടൻ്റെ ചെവിയുടെ സ്പെഷ്യാലിറ്റി കാണുന്നത്. ചെവി എന്താ ഒട്ടിപ്പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻസൺ ചേട്ടൻ നാണം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ പുലികളിയുടെ സാധനം ചാക്കോ ഡ്രസ്സ് ഊരി ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ചൂടാണ്, പുറത്ത് പോയിട്ട് വന്നിട്ട്. ചാക്കോയ്ക്ക് ഡ്രസ്സിനോട് പൊതുവെ താല്പര്യമില്ല. ചൂടാണ്, ഹോട്ടാണ്, എനിക്ക് വിയർക്കുന്നു എന്നൊക്കെ ഭയങ്കരമായിട്ട് എടുത്തു പറയൂ കേട്ടോ. എന്താണെന്നറിയില്ല. അവന് നല്ല ബോഡി ഹീറ്റ് ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ദേ ഓരോരുത്തരെ ഓരോ മുക്കിൽ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ചാക്കോ പേടിപ്പിക്കാൻ പോവാണ് കേട്ടോ. പുലികളി മറ്റേ ഫേസ് മാസ്ക് ഇട്ടിട്ട് പേടിപ്പിക്കാൻ പോവാണ്. ഡാഡിയും മമ്മിയും ആദ്യം പോവും, ഞങ്ങൾ പുറകെ പോവും പരിപാടിക്ക്. അതാണ് പ്ലാൻ. അപ്പം ഇതുവരെയുള്ളൊരു വ്ളോഗ് ഞാനെടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായല്ലോ നമ്മൾ അപ്ലോഡിങ് ഒക്കെ നിന്നിട്ട്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട് കാലങ്ങളായി എന്ന് എനിക്ക് തോന്നുന്നു. ഈ മാസം അങ്ങനെ കാര്യമായിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല. കൂടുതലും ബിസിനസ് വ്ളോഗ്സാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും അത്ത ദിവസത്തിൻ്റെ ആശംസകൾ നേരുന്നു കേട്ടോ. ഞങ്ങളും പൂക്കളം ഇട്ടിട്ടുണ്ട്. പൂക്കളം ഇഷ്ടമായാലും കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഇന്നത്തെ പരിപാടിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം അപ്ഡേറ്റ് ചെയ്യാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച്.